ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ആദ്യത്തെ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ പതുക്കെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ ലിഫ്റ്റ് വഴിയാണ് താഴോട്ട് പോകുന്നത്. അപ്പനോട് അപ്പു പറയാൻ വേണ്ടിയിട്ടാണ്, അപ്പു വന്നിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾ അപ്പു ലിഫ്റ്റിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നോക്കട്ടെ ആളെന്ത് ചെയ്യണോ വരുന്നു. ആ മുറിക്കകത്തോട്ട് നോക്കി ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ നോക്ക്. അവിടെ ഒരാൾ നിൽക്കുന്ന നോക്കുന്നുണ്ടോ? അപ്പുവിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ, പക്ഷേ അപ്പു വരുന്നില്ല. കണ്ണമോനെത്തി. ഇപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത് കിടന്ന വണ്ടിയാ. ഇത് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ആ, ഞങ്ങൾ എത്തി. ഇനി പാക്ക് ചെയ്യുക, പോവാം. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇപ്പം നമ്മൾ തമ്പായൻ്റെ അവിടെ പോവാ. അപ്പോൾ നമ്മൾ തമ്പായൻ്റെ അവിടെ കഴിഞ്ഞിട്ട് ഓത്തേ പോവാം. ആ, ഇപ്പൊ കുഞ്ഞ് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞങ്ങൾ ആ രണ്ടാമത്തെ ദിവസത്തെ ഫുഡൊക്കെ കഴിച്ച്, രണ്ടാമത്തെ ദിവസം ഇല്ല മൂന്നാമത്തെ ദിവസം അല്ലേ, മൂന്നാമത്തെ ദിവസത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ബാസിൻ എന്ന് പറയുന്ന ഏരിയയാണ്. ഗ്രാൻഡ് ബാസിൻ എന്ന് പറഞ്ഞാല് ഒരു അമ്പലമാണ്. അമ്പലത്തില് നമ്മുടെ മഹാശിവന്റെ ഒരു അമ്പലമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു ഗംഗ പോണ്ടൊക്കെ ഉണ്ട്. അതായത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറേ ദൂരമുണ്ട്. ഇനി അതായത് നമ്മളുണ്ടായിരുന്ന ബ്ലാക്ക് റിവർ എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു. ഫ്ലിപ്പ് ഫ്ലാക്ക് എന്ന് പറയുന്ന ബീച്ചിൻ്റെ ഇങ്ങനെ കോർണർ. അപ്പോൾ അവിടെ ഇവിടുത്തെ ഈ ഏരിയ സൗത്ത് വെസ്റ്റ് ഏരിയ ഏകദേശം നമ്മൾ കവർ ചെയ്തു. ഇത് സൗത്ത് വെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സൗത്ത് വെസ്റ്റ് ഏരിയ അല്ലേ, സൗത്ത് വെസ്റ്റ് എന്നല്ലേ അവർ പറഞ്ഞിരുന്നത്? സൗത്ത് വെസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ട് ഇനിയിപ്പം നമ്മൾ ഗ്രാൻഡ് ബാസിൻ എന്ന് പറഞ്ഞ ഏരിയ, അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റിൽ പോകുന്ന ഗ്രാൻഡ് ബേ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇവിടുന്ന് ഏകദേശം നല്ല ദൂരമുണ്ട്. അപ്പോൾ അവിടെ 2 hours ഡ്രൈവ് ഉണ്ട്. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗ്രാൻഡ് ബാസിൻ എന്ന് പറയുന്ന ഒരു ടെമ്പിള്, പിന്നെ ഹരിഹര ടെമ്പിൾ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത്, അത് കാണണം. തൊട്ടടുത്ത് തന്നെ. പിന്നെ അവിടെ ഒരു ഫാക്ടറി, ടീ ഫാക്ടറി ഉണ്ട്, അതും കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രാൻഡ് ബേയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഏകദേശം ഫുള്ള് ട്രാവലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിള്ളേരുടെ കൂടെ എന്തൊക്കെയോ റൈറ്റിങ്സിലാണ്. എന്താ വരയ്ക്കുന്ന രണ്ടുപേരും കൂടെ? ചേച്ചിയൊന്നും വരയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞാനും ഒന്നും വരയ്ക്കുന്നില്ല. അതാണ് അപ്പു പറഞ്ഞത്. പക്ഷെ ചേച്ചി വരയ്ക്കുവാണെങ്കിൽ അപ്പും വരയ്ക്കും അല്ലേ? ആ, ചേച്ചി വരയ്ക്കും അപ്പു. ചേച്ചി വരയ്ക്കും ചേച്ചി. അപ്പു വരച്ചട്ടെ. അപ്പുന്റെ ചേസിന്റെ കാറ്. ഓ, ചേസിന്റെ ട്രക്ക് വരുന്നുണ്ട്. ചേസിന്റെ ട്രക്ക് വരുന്നുണ്ടോ? അതെ, ചേസിന്റെ ട്രക്ക്. കണ്ണോ ക്ലോസ് ചെയ്. ഇതൊക്കെ കണ്ടിരിക്കുക, അതൊക്കെ പിന്നെ ചെയ്യാം. ചേച്ചി എന്തെങ്കിലും വരയ്ക്കും. അവിടെ കണ്ടോ മലയുടെ മുകളിൽ കുറെ വീടുകൾ കണ്ടോ? അത് കാണാൻ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാതിരിക്കും. ഇതേ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ് കേട്ടോ. പെട്രോള് 24 ലിറ്ററിന് 1499 രൂപ. ഓക്കെ, അതാണ് 1500 രൂപ 24.5 ലിറ്ററിന്. അപ്പോൾ എത്ര രൂപയായെന്ന് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 1500 രൂപ. സോ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ അവിടെ കാർ വാഷ് ഉണ്ട്. പിന്നെ ഉള്ളത് ചെറിയൊരു ഗ്രോസറി ഷോപ്പുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ, കാർ വാഷ്, ഗ്രോസറി പിന്നെ നമ്മുടെ ഒയാസിസ് പോലത്തെ സംഭവങ്ങൾ. ഇത് ഷെല്ലിൻ്റെ പമ്പാണ് കേട്ടോ, ഷെല്ലിൻ്റെ പമ്പിൽ പെട്ടെന്ന് ഒന്ന് കയറിയോണ്ട് ഞങ്ങൾക്ക് ഷെല്ലിൻ്റെ പമ്പിലോട്ട് കയറാൻ പറ്റിയത് എടുത്തില്ല. അതെ,
ഷിൽ ഇൻ ദ വേ ഔട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്ത, അപ്പോൾ ഏകദേശം 1500 രൂപയുടെ ട്രാവൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി നടത്തി. 1500 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1500 രൂപയാണ്, നമ്മുടെ നാട്ടിലെ 1500 രൂപയല്ല, ഇവിടുത്തെ 1500 രൂപയുടെ ട്രാവൽ നമ്മൾ നടത്തി. അപ്പോൾ നമ്മൾ വീണ്ടും റോഡിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ശരിക്കും രാത്രിയിൽ നമ്മൾ ഓഫ് ചെയ്തില്ലേ അല്ലേ? ഓഫ് ചെയ്തപ്പോൾ വന്നത് ഈ റോഡാണ്. അങ്ങോട്ട് വയ്ക്കേ അപ്പു, അങ്ങോട്ട് വയ്ക്കേ. ഓ, അത് കണ്ടോ? അതൊന്ന് വരച്ചേ, അത് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആ മൗണ്ടൻ ഒന്ന്, ആ മൗണ്ടൻ ഒന്ന് വരച്ചേ നോക്കട്ടെ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതില് പോയപ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് കാട് നിറച്ച് ഫോറസ്റ്റ് ആണെന്നായിട്ട് പറഞ്ഞില്ലേ? ഇതിലേ പോയി പാസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്. ആ പിന്നല്ല, മൗണ്ടനും വരച്ചു, കുറെ ട്രീയും വരച്ചു. ഓ മൗണ്ടൻ മാത്രം പോരാ അല്ലേ? കാണിച്ചേ കേട്ടോ, കുഞ്ഞു വരച്ചതാണ്. ആ അടിപൊളി. ഒന്ന് ക്ലാപ്പ് ചെയ്തേ എല്ലാരും, ക്ലാപ്പ് ചെയ്തേ. ഓ ആ സോറി കുഞ്ഞ് ഭയങ്കര കെയർഫുൾ ആണ്. അച്ഛൻ ക്ലാപ്പ് ചെയ്യാൻ പാടില്ല. അച്ഛൻ ക്ലാപ്പ് ചെയ്യണമെങ്കിൽ ഹാൻഡ് എടുക്കണം അല്ലേ? കൈ എടുക്കുമ്പോ ക്ലാപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഡൺ ഡൺ. സോറി സാർ. പിന്നാരാ? കടമൊരു ഹായ് പറഞ്ഞേ. ഇന്നലെ പാടിയ ആ പാട്ട് രണ്ടുപേരും ഒന്നുകൂടെ പാടിക്കേ. ആ ഒന്ന് പാടിയേ കേക്കട്ടെ. ഇന്നലെ പാടിയ പാട്ട് ഇന്നലെ അപ്പു പാടിയില്ലേ? അമ്മ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഉറക്കെ പറഞ്ഞു. Sometimes I can't trying to hide. You know what I mean? But I'm bringing my hands to time. കേക്കുന്നില്ല. Feel cold in the dark, and the sun in the night. Rama, reach for me. Are you here in my heart? I didn't die. Now I know my destiny. What a weary white stars and world beyond. I can see the sun. You be a one by set to find. It's up to you. It's up to me. No one say worry to be. What a weary white stars. In the world you'll be young. Tonight a little far with you, all with you. Can stay with you. It's a possible. It's a possible. It's a possible. What a weary what the stars thing made to be mine. I can see the dark. You be a one by set to fly. It's up to you. It's up to me. No, I say worry to be. But a weary what the stars sing a world to be young. Night night. കഴിഞ്ഞോ? വാവ്. അവള് പറഞ്ഞ പോലെ നമുക്ക് പോവാം ഈ റൂട്ടല്ല, ബൈ മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ, അതുകൊണ്ട് മറ്റേ റൂട്ട് തന്നെ പോകണം. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. വഴി തെറ്റിയത് ഇത് ആദ്യമായിട്ടാന്ന് തോന്നല്ലേ വന്നേ പിന്നെ? അത് നമ്മൾ സ്വയം തെറ്റിച്ചതല്ലേ. You don't want you. Sometimes I can't trying to hide. You കണ്ടോ അമ്മന്റെ ഗ്യാപ്പ് കിടക്കും. നല്ല വെയിലായി. sometimes I can't try. ഇനി 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് ബേസിനെത്തി. ഇവിടേക്ക് വന്ന വേറെ ഇതൊക്കെ യൂറോപ്പ് ഒരു സ്റ്റൈൽ അല്ലയോ? ശരിക്കും യൂറോപ്പ്
നല്ലൊരു ഭംഗി. കണ്ണമ്മ കണ്ടോ കണ്ണ? ഇവിടെ കണ്ടോ ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ? സംതിങ് ഇസ് വെരി ഡിഫറെന്റ് അല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. Continue on D88 Grand Bassin Road. ഓ ഇതുകൊണ്ട് അവിടെ കാണാം. അവിടെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇതുകൊണ്ട് ഇച്ചിരി ഫ്രണ്ടിൽ കാണാം ശിവശങ്കരൻ. അയ്യോ, ഇവിടെ ഒത്തിരി ആളുകൾ പാർക്കിംഗ് അതാ ഭയങ്കര ഗ്യാദർ വലിയ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ പാർക്കിംഗ് ഒക്കെയാണ്. അങ്ങോട്ട് നോക്ക്. ഓ സോറി. നമ്മളങ്ങനെ ഗ്രാൻഡ് ബേസിന്റെ അവിടെ വന്നേ. അവിടെ വന്നപ്പോ കണ്ട ദേവിയുടെ ഒരു വലിയ വിഗ്രഹമാണ് കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണേ. ഈ ലൊക്കേഷന് നമ്മള് ഇപ്പം കണ്ടില്ലേ ദേവിയുടെ ഇതിവിടെ കണ്ടതിന് ശേഷം നമ്മളിനി ശിവന്റെ പ്രതിമയുടെ അടുത്തേക്ക് പോവാണ്. ബാക്കിലേക്ക് ഇട്ട് ഇതാണ് ശിവവിഗ്രഹം. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനൊരു സൗകര്യമുണ്ട്. നമ്മുടെ പാർക്കിങ്ങിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് പോയിട്ട് അവിടെ പോയി നമുക്ക് ഒന്ന് തൊഴുതിട്ട് ഇറങ്ങി വരാം. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റ്. ഇവിടെ ഞങ്ങള് ദേവിയുടെ വിഗ്രഹത്തിന്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അങ്ങോട്ട് കയറാൻ പറ്റിയിരിക്കും. ശിവന്റെ പ്രതിമ ഇതാണ്. അപ്പൊ ഇതിന്റെ താഴെ ആൾക്കാർ പൂജയൊക്കെ നടത്തുന്നത്, പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഏരിയ ആണ്. അവിടെ ക്യാമറ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ക്രൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ. ബാ. വലിയ രൂപമാണ്, ശിവഭഗവാന്റെ വലിയ രൂപമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ പുറകോട്ട് വീഴുന്ന പോലെ നമുക്ക് തോന്നും. മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ മേഘങ്ങൾ പുറകോട്ട് പോകുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ അതേട്ട് വീഴുന്ന പോലൊരു ഫീലാണ്. ഓക്കെ, ആൾക്കാരൊക്കെ ഇവിടെ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. ശിവലിംഗത്തിൽ പൂജകളൊക്കെ നടത്തി ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ആണ്. ഓക്കെ, ഞങ്ങളങ്ങനെ ഗ്രാൻഡ് ബാസിന്റെ ശിവന്റെ പ്രതിമയുടെ ശിവലിംഗമാണ് ഫ്രണ്ടിലുള്ള. അപ്പോൾ ഇതിൽ പൂജയൊക്കെ നടക്കുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ നന്ദിയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ തൊട്ട് താഴെയാണ്, ആ ബിംബത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ താഴെയാണ് ആളുമൊക്കെ നടന്നു പോകുന്നത്. ആ അപ്പു അതിൻ്റെ ആ ശൂലത്തിൻ്റെ താഴ്ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൻ്റെ താഴെ നിന്ന് വെള്ളോട്ട് എടുക്കുന്ന വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചുറ്റിനും ഒന്ന് പോയി കാണിക്കാം. ഇതെല്ലാം ഒരു കോൺക്രീറ്റിൻ്റെ ഇതിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കോൺക്രീറ്റ് ആണിത്. പിന്നെ അതിൻ്റെ കളർ ചെയ്തേക്കാണ് ഇത് ശരിക്കും. ഇതൊക്കെ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട്, മഞ്ഞിൻ്റെ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു രൂപമാണ്. ഇത് ഉണ്ടാക്കിയത് 2006 അപ്പോൾ 2006 ചെയ്തൊരു വിഗ്രഹമാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. അതിൻ്റെ മുകളിലേക്ക് കയറാനൊരു പടിയുണ്ട്. അപ്പോൾ ഈ പടി വഴി ഞങ്ങൾ മേളിലോട്ട് കയറുന്നു. ഞാനും അപ്പവും കൂടെ ഇന്നൂടെ കയറി കാണിക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ മുമ്പേ കാണുന്നില്ലേ, അപ്പു ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഒരു കുറച്ചേ ഉള്ളൂ. അപ്പു ഇവിടെ നോക്കിയാൽ അപ്പു വളരെ ചെറുതാണ്. ഇത്
ഒന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര അവിടെ ഫോട്ടോ എടുക്കാണ് ആൾക്കാരൊക്കെ. ഇതിലവർ കൊണ്ടുവന്ന രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാശിയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് ആദ്യം ആരും പറഞ്ഞത്. കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ഇതിൽ വളരെ നഖങ്ങളൊക്കെ ആയാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മകൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് മുകളിലോട്ട്. നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലത്തിൻ്റെ ഏഴിമലയുടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഈ സൈഡിലൊരു പുഴയാണ് കേട്ടോ. ഇതൊരു പുഴയാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഗംഗാ തലാവ് എന്ന് പറയുന്ന തോന്നുന്നു. ഗംഗയാണെന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി കാണാം. ഇപ്പൊ നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ താഴെ പോയി കണ്ട് നമുക്ക് ചെയ്യാം. അവിടെ അപ്പോ ദക്ഷിണ അവിടെ വെക്കാം, അതിലേക്ക് വെക്കാം. ട്രൈ അപ്പൊ കാണിച്ചു നോക്കട്ടെ. ഗുഡ് ആണ് കേട്ടോ. നമ്മളെക്കാട്ടിലൊക്കെ അപ്പുവാണ് അടിപൊളി. ഇപ്പോ ഗ്രാൻഡ് ബസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങള് ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ കണ്ടില്ല, എല്ലാവരുടെയും രൂപമൊക്കെ മാറി. എല്ലാവരുടെ രൂപം ഒന്നുകൂടെ കാണിച്ച്. ഇതാ എല്ലാവരും ഞങ്ങൾക്ക് ഭക്തി മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ കെട്ടിത്തന്നു. എല്ലാവരും അവര് നമുക്കിതൊക്കെ കെട്ടിത്തന്നു. കണ്ടോ, അപ്പുവിനും ഉണ്ട്, കണ്ണമോനുണ്ട്, എല്ലാവർക്കും അതൊക്കെ കെട്ടിത്തന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനുള്ളിലൊന്ന് കയറിയിട്ടെ നമ്മൾ ഗംഗാതലം എന്ന് പറയുന്ന മറ്റേ പോണ്ടില്ലേ അതുകൂടെ കാണിക്കാം. അപ്പോൾ ഇത് പാർക്കിംഗ് കൂടെ ഇങ്ങനെ പോകാമെങ്കിൽ നമുക്കത് പോയിട്ട് അപ്പുറത്ത് നിന്ന് കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് ഒന്ന് ഗംഗാതലവും കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. സോ ഇതാണ് ഏട്ടൻ പറഞ്ഞ ഗംഗാതലാവ്. ഈ ഒരു പോണ്ടില് നമ്മുടെ നാട്ടിൽ നിന്ന് ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇതിൽ ആഡ് ചെയ്ത് ഇതും പ്യൂരിഫൈ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഏത് ഇയറിലാണ് ഏട്ടാ? 1972 നടന്ന സംഭവമാണ്. 1972 കൊണ്ടുവന്ന് ഗംഗയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നതിൽ ചേർത്തിട്ട് ഇതിനെ ഗംഗയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടുത്തെ ഏതോ ഒരു ഋഷിയോ ഒരാൾക്ക് രാത്രി വെളിപാടുണ്ടായി ഇത് ഗംഗയാണ് എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ അന്ന് മുതൽ ഇതിനെ ഗംഗയായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണക്കാക്കുന്നത്. ഓക്കെ, ഗംഗയിൽ സ്നാനമൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. അതിൻ്റെ താഴെയാണെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ഇതുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ അവർ 1972 അവിടെ നിന്ന് ഗംഗയിൽ നിന്ന് നമ്മുടെ ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതിൽ ചേർത്തിട്ട് ഇത് ഗംഗയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെ കണക്കാക്കുന്നത്. പുണ്യനദി എന്നൊക്കെ പറയാം. ഇപ്പോൾ ഞങ്ങൾ ഗംഗാതലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് കേട്ടോ. ഇത് 1925 ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഇതാണ്. ഓക്കെ, ഇതിലെ കാശി വിശ്വനാഥ മന്ദിർ, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. കാളിമാതാ മന്ദിർ, കാളിമാതാവിന്റെ മന്ദിറാണ്. കാളിമാതാവിന്റെ ഒരു വിഗ്രഹമൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതാണ് താഴേക്കുള്ള ഗംഗാദേവിയാണെന്ന് തോന്നുന്നു. ഗംഗാദേവി ഫോട്ടോ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇതുവഴി നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇതുവഴി താഴേക്ക്. പക്ഷെ ആളുകള് എന്തോ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഹിന്ദു മഹാസഭ 100 years ആയി. അപ്പൊ അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ വന്നാല് മഴ പെയ്യാൻ പോകുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണാം. ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ.
ഇതൊരു പോണ്ടാണ്. പോണ്ടിനുള്ളിൽ വെള്ളം അവർ ആഡ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിന് മേലെ ഒരു വിഗ്രഹമുണ്ട്, ഐ മീൻ അമ്പലമുണ്ട്. അങ്ങോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ കാണാം. മലയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇവിടുന്ന് താഴേക്ക് പോകാനോ? ഇവിടുന്ന് താഴേക്ക് പോയാൽ കാല് കഴുകാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതിലേ ഇറങ്ങിച്ചെല്ലാം, അവിടെ വരെ പോവാം. ഇതുവഴി ഇറങ്ങാം. അച്ചോടാ. അപ്പൊ ഇതൊരു വലിയ തടാകമാണ്. ഈ തടാകത്തിന് ചുറ്റുമാണ് ഈ സംഭവം. ഇത് കിങ്കാദേവിയുടെ ക്ഷേത്രമാകാനാ സാധ്യത. നമുക്ക് താഴോട്ട് പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, എളുപ്പം ഇറങ്ങി. ഇത് പോണ്ടിന്റെ സൈഡിലുള്ള ഒരു മന്ദിറാണ്. ഇവിടെ അതെ ആൾക്കാർക്ക് നിന്ന് മറ്റേ ഈ നമ്മുടെ ബലിയൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലേ? ഇവിടെയോ? ഇവിടെ ചെയ്യണം. ബലിപീഠങ്ങളാണെന്ന് തോന്നുന്നു കാണുന്നത് അല്ലേ? കാശി മറ്റേ ശിവഭഗവാന്റെ ഒരു മന്ദിറാണിത് കേട്ടോ. ഇതില് എല്ലാ ഇവരുമുണ്ട്. പാർവതി ദേവി, ശിവഭഗവാൻ, ഗണപതി ഭഗവാൻ, ദെൻ സുബ്രഹ്മണ്യ സ്വാമി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവിടെ ശിവതാണ്ഡവത്തിലെ ശിവഭഗവാന്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല താഴ്ച ഉണ്ടാവണം. നല്ല താഴ്ചയുള്ള ഏരിയയാണ്. പോണ്ടാണ് ശരിക്കും. ഒരു ടെമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൽ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ അല്ലേ നമ്മുടെ ഈ നോർത്ത് സൈഡിലുള്ള അമ്പലങ്ങളുടെ ഷേപ്പിൽ ഇത് നമ്മുടെ ബാബ് മന്ദിർ ഇല്ലേ, അബുദാബി ബാബ് മന്ദിറിന്റെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് അല്ലേ? നമ്മുടെ ബാബ് മന്ദിറിന്റെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് അല്ലേ? അതിന്റെ ഒരു മിനിയേച്ചർ ഫോം ആണ്. മിനിയേച്ചർ ഫോം അല്ലേ? ഇവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ നടുക്കൊരു കണ്ടോ മരങ്ങൾ നിൽക്കുന്ന ഒരു തുരുത്തു പോലുണ്ട്. ഇത് ഒരു പോണ്ടാണല്ലേ? പോണ്ടാണ്. ഒഴുക്കില്ലല്ലോ, ഒഴുക്കില്ല, ഒരു പോണ്ടാണ്. പക്ഷെ നല്ല താഴ്ച ഉണ്ടെന്നോ അതിന്റെ വെള്ളത്തിന്റെ കളറും ഒക്കെ കണ്ടിട്ടേ അല്ലേ? ഒരു പോണ്ട്, അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പടികളൊക്കെ കെട്ടി ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. ഈ പോണ്ടിന്റെ ഏത് സൈഡിലേക്ക് നോക്കിയാലും അതിന്റെ ബ്യൂട്ടി കാണാൻ പറ്റും. അതിന് കുറേ പടവുകളുണ്ട്. നമ്മളിപ്പോ ഇറങ്ങി വന്ന ഒരു പടവല്ലാതെ അവിടെ ഒരു പടിയുണ്ട്, ഇവിടെയും പടവുകളുണ്ട്, അവിടെയുണ്ട്. പിന്നെ ഇത് ആ മുകളിലൊരു അമ്പലം പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പടവുണ്ട്. അവിടെ പക്ഷെ ആരും പോയി കണ്ടില്ല ഇതുവരെ. അപ്പൊ ചിലപ്പോ വേറെ വഴിയായിരിക്കും അതുവഴി പോകുന്നത് അല്ലേ? അല്ലേ? എന്താ മങ്കിയൊക്കെ ഉണ്ടാവും. അതാണ് അപ്പൊ ചാടുന്നത്. ഇതാണ് ശരിക്കും ഗംഗ. നമുക്കതൊന്ന് ഇച്ചിരി വെള്ളം എടുക്കാം. നല്ല ഐസ് കട്ട പോലെ ഇരിക്കും. തണുപ്പുണ്ട് കേട്ടാ? ഇല്ല, വലിയ തണുപ്പില്ല. ചെറുതായിട്ടെ പിള്ളേരുടെ ദേഹത്തൊക്കെ ഒന്ന് കുടഞ്ഞേക്ക്. ഒന്ന് കുടഞ്ഞേക്ക്. അപ്പനെ പിടിക്കും. വേണ്ട അങ്ങോട്ട് പോണ്ട. അപ്പു തന്നെ എടുത്തൊഴിക്കട്ടെ. കുഞ്ഞു തന്നെ കൈ പിടിച്ചൊരു കൈ, ഒരു മറ്റേ ഇടത്ത് കൈ പിടിക്കും, വലത്ത് കൈ പിടിച്ചിട്ട്. തണുപ്പില്ല അല്ലേ? നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ തണുപ്പൊന്നുമില്ല അല്ലേ? വെയിലാവുന്നുണ്ട്. ആ വെയിലത്ത് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണ്ടേ? വാ, പതുക്കെ മുകളിലോട്ട് പോവാ. ഈ ഭാഗത്തൊന്നും ആരും വന്ന് കണ്ടില്ല, നമ്മളെ ഉള്ളായിരുന്നു ഇപ്പൊ വന്നപ്പോ അല്ലേ? അവിടെ ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ വല്ല പൂജയും കർമ്മങ്ങളും അപ്പുറത്ത് നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ട്, നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, ഞങ്ങൾക്ക് മേളിൽ ചെന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാം.